ചെരവയ്ക്ക, ചെരയ്ക്ക, ബോട്ടിൽ ഗോഡ് എന്നീ പേരുകളുള്ള, ഹിന്ദിയിൽ ലൗക്കി എന്നും പേരുള്ള ഒരു പച്ചക്കറി ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രചാരം ഉണ്ടാക്കിയിരിക്കുകയാണ്. പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന ഒരു പച്ചക്കറിയാണ്. ഇതിൻ്റെ ഗുണങ്ങൾ വളരെയധികം കൂടുതലുള്ള ഒരു പച്ചക്കറിയാണ്. മനുഷ്യ ശരീരത്തിൻ്റെ വൈറ്റൽ ഓർഗനുകളായ കിഡ്നി, ലിവർ, അതുപോലെ തന്നെ ഹാർട്ട് ഇവയുടെ പ്രവർത്തനങ്ങളെ ശക്തീകരിക്കുന്നതിനും കൂടുതൽ നാരുള്ളതുമായ ഒരു പച്ചക്കറിയാണ് ഈ ചെരവയ്ക്ക അല്ലെങ്കിൽ ബോട്ടിൽ ഗോഡ്. ഇത് നമ്മുടെ നാട്ടിൽ ധാരാളമായി കൃഷി ചെയ്ത് വരുന്നുണ്ട്, കമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്ത് വരുന്നുണ്ട്. ഇന്നത്തെ മാർക്കറ്റ് വില തന്നെ 1 കിലോഗ്രാം ചെരയ്ക്കയ്ക്ക് 45 രൂപ വരെ ഇന്ന് മാർക്കറ്റിലുണ്ട്. ഇന്ന് ധാരാളം ജനങ്ങൾ ഇതിൻ്റെ ഉപയോഗം മനസ്സിലാക്കി ഇത് അവരുടെ ഭക്ഷണക്രമത്തിൽ ഒരു ഇനമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിനെ ശക്തിപ്പെടുത്തും. ലിവറിൻ്റെ ഡീടോക്സിഫിക്കേഷൻ, അതായത് ലിവറിലുള്ള എല്ലാ വിഷപദാർത്ഥങ്ങളെയും നീക്കാൻ ശക്തിയുള്ളതാണ്. കിഡ്നിയിലെ സംബന്ധമായ മൂത്രാശയ സംബന്ധമായ രോഗങ്ങളിലും ഇത് നല്ലതാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അതുപോലെ തന്നെ നാര് അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ്. കൂടുതൽ നാര് അടങ്ങിയിട്ടുള്ള പച്ചക്കറി ആയതുകൊണ്ട് മാത്രം ദഹന പ്രക്രിയ വളരെ കൃത്യമായി നടത്തുന്നതിനും അതുപോലെ തന്നെ മലബന്ധം ഒഴിവാക്കുന്നതിനും ഈ പച്ചക്കറിക്ക് സാധിക്കും. പല രീതിയിലും ഇത് കറി വയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്, വീടുകളിൽ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഒരു നല്ല വെറൈറ്റിയെക്കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയല്ല, ഒരു ക്ലാസ്സാണ് ഇന്നിവിടെ നൽകുന്നത്. അപ്പോൾ ഇൻഡോ അമേരിക്കൻ ഹൈബ്രിഡ് സീഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഇൻഡോ അമേരിക്കൻ ഹൈബ്രിഡ് സീഡ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ വളരെയധികം വിദഗ്ധരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുള്ള ഒരു കമ്പനിയാണ് ഇൻഡോ അമേരിക്കൻ ഹൈബ്രിഡ് സീഡ്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിത്തിനമാണ് ഇൻഡാം F1 ഹൈബ്രിഡിൻ്റെ ഇൻഡാം 320 എന്ന് പറഞ്ഞിട്ടുള്ള ഈ വിത്തിനം ഇൻഡാം 320. ഇത് ഏറ്റവും നല്ല വിളവ് തരുന്ന ഒരു ഇനമാണ്. ഇതിന് രോഗപ്രതിരോധ ശേഷി കൂടുതലുണ്ട്. കീടങ്ങളുടെ ശല്യം വളരെ കുറവാണ്, രോഗങ്ങളും വളരെ കുറവാണ്. ഈൽഡാണെങ്കിൽ സാധാരണ ഇനങ്ങളെക്കാൾ വളരെയധികം നല്ല ഈൽഡ് ലഭിക്കും. പിന്നെ പച്ച നിറത്തിലുള്ള കായകളാണ് കൂടുതലും നമുക്ക് ലഭിക്കുക. അതിൻ്റെ വെള്ള കളറ്, വെളുത്ത തൊലി ഉണ്ടാവില്ല. അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ അത് നല്ല സൈസ് വരും. അപ്പം ഇത് പലാറ്റബിളായിട്ട് നമുക്ക് ഭക്ഷണത്തിന് വളരെ അനുയോജ്യമായിട്ട് കട്ടി കുറഞ്ഞിട്ടുള്ള മാംസമുള്ള ഭാഗമായതുകൊണ്ട് കൂടുതൽ നല്ലൊരു ടേസ്റ്റുമാണ്. നമുക്ക് കറികൾക്കെല്ലാം വളരെ ടേസ്റ്റുള്ളൊരു വെറൈറ്റിയാണ് ഇൻഡാം. അതുപോലെ ഈൽഡും വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ കാവുങ്ങൽ അഗ്രോടെക്കിൽ ഇന്ന് ലഭ്യമാണ്. ഇതിന് നമുക്ക് വിത്തുകൾ സാധാരണ രീതിയിൽ മുളപ്പിച്ച് നേരിട്ട് കൃഷിയിടങ്ങളിൽ നടുകയാണ് ചെയ്യുന്നത്. ഏകദേശം 3 മീറ്റർ വിട്ട് ചെറിയ തടങ്ങൾ ഉണ്ടാക്കി 2-3 വിത്തുകൾ അതിൽ പ്ലാന്റ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. വർഷക്കാലങ്ങളും വേനൽക്കാലങ്ങളും കൃഷി ചെയ്യാം. വേനൽക്കാലത്താണ് ഇതിൻ്റെ ഈൽഡ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ വേനൽക്കാല കൃഷിയായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഈ രീതിയിലുള്ള തടങ്ങൾ ഉണ്ടാക്കിയിട്ട് മണ്ണ് നല്ലോണം കിളച്ച് ആവശ്യമായിട്ടുള്ള കുമ്മായ വസ്തുക്കൾ നിർബന്ധമായിട്ട് നൽകേണ്ടതാണ്. ഒരു തടത്തിന് 250 ഗ്രാം മിനിമം കുമ്മായ വസ്തുക്കൾ നൽകി മണ്ണ് നല്ലോണം ഇളക്കി അതിലാണ് നമുക്ക് ചാണകപ്പൊടി, ആട്ടുംകാഷ്ടം, വെണ്ണീർ ഇതിലുള്ള ജൈവവളങ്ങൾ മിക്സ് ചെയ്തിട്ട് അതിലാണ് വിത്തുകൾ നടേണ്ടത്.
ഒരു പിറ്റിൽ ഏകദേശം 2-3 വിത്തുകൾ നമുക്ക് നടാവുന്നതാണ്. അപ്പം ഈ വിത്തുകൾ മുളപ്പിക്കണമെങ്കിൽ നേരിട്ട് മണ്ണിൽ നടാതിരിക്കുകയാണ് നല്ലത്. ഇതൊരു ഹാർഡ് സീഡ് കോട്ടുള്ള ഒരു വിത്തുകളാണ്. ആ വിത്തുകളെ 12 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കിഴി കെട്ടി വെള്ളത്തിലിട്ട് അതിൻ്റെ ആ സീഡ് കോട്ട് ഒന്ന് കനം കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ വെള്ളത്തിൽ നമ്മൾ ഇടുമ്പോൾ അതിൻ്റെ കൂടെ അങ്കൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലായനിയുണ്ട്. വിത്തിൻ്റെ ജർമിനേഷൻ കൂട്ടാനുള്ള ഒരു ലായനിയാണ് അങ്കൂർ. അത് 5 മില്ലി 1/2 ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള കണക്കിൽ അത് മിക്സ് ചെയ്തിട്ട് അതിൽ ഈ വിത്തുകൾ കിഴി കെട്ടിയിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തുകൾ എടുത്ത് നമുക്ക് തടങ്ങളിൽ പാകാവുന്നതാണ്. ഇത് വളരെ വേഗത്തിൽ തഴച്ചു വളരുന്നൊരു ചെടിയാണ്. പന്തലുകളിലാണ് ഇത് സാധാരണ നമുക്ക് കയറ്റാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. പന്തലുകളിൽ അല്ലെങ്കിൽ നെറ്റുകൾ ഉപയോഗിച്ചിട്ട് സൈഡ് നെറ്റുകൾ ഉപയോഗിച്ചിട്ട് നെറ്റുകളിൽ കൂടെ കയറ്റാം. 2 രീതിയിലാണ് കൃഷി നടത്തുന്നത്. ഒന്ന് നെറ്റ് മുഖേനയും മറ്റ് പന്തൽ മുഖേനയും. പന്തൽ കൃഷിയാണ് ഇന്ന് കൂടുതൽ കേരളത്തിൽ കണ്ടുവരുന്നത്. നല്ല ബലമുള്ള പന്തലാവണം. അതായത് ഇതിൽ ഈ വെറൈറ്റിക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെൺപൂക്കൾ കൂടുതലായിരിക്കും. ആൺപൂക്കളേക്കാൾ പെൺപൂക്കൾ കൂടുതലായിരിക്കും. പെൺപൂക്കൾ മുഴുവൻ കായ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതാണ് ഇതിൻ്റെ വെറൈറ്റിയുടെ പ്രത്യേകത. അപ്പോൾ കൂടുതൽ ഉൽപ്പാദനം ക്ഷമതയുള്ളൊരു വെറൈറ്റിയാണ് ഇൻഡാർ. അപ്പം ഇതിന് കൃത്യമായിട്ടുള്ള ജൈവവളങ്ങളാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഒരു 15 ദിവസം കൂടുമ്പോൾ നമുക്ക് ചാണകപ്പൊടി, വെണ്ണീർ മുതലായ ജൈവവളങ്ങൾ, ആട്ടിൻ കാഷ്ടപ്പൊടി മുതലായ ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കാം. കൂടുതൽ അതിൻ്റെ ഇലകൾക്ക് നല്ല കരുത്ത് കിട്ടുന്നതിനും മഞ്ഞളിപ്പ് കുറയ്ക്കുന്നതിനും ജൈവശക്തി എന്ന് പറഞ്ഞിട്ടുള്ള ഹ്യൂമിക് ആസിഡിൻ്റെ ഗ്രാന്യൂള് ലഭ്യമാണ്. അതൊരു ചെടിക്ക് ഒരു 50 ഗ്രാം വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അത് ചെടികളുടെ പച്ചപ്പ് നിലനിർത്തുന്നതിനും കൂടുതൽ ഉൽപ്പാദനക്ഷമതയ്ക്കും ഏറ്റവും അത്യുത്തമമാണ്. ഒരു 30-35 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പന്തലിൽ കയറി 30-35 ദിവസം കഴിയുമ്പോഴേക്കും ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നതിന് ആരംഭിക്കും. ഈ പൂക്കൾ ഉണ്ടായി തുടങ്ങുമ്പോൾ നമുക്ക് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറഞ്ഞ വളമുണ്ട്, SOP. അത് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതിന് കൂടെ സൊലിബർ എന്ന് പറഞ്ഞ പൊടി 2 ഗ്രാം ചേർത്തിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ കൂടുതൽ കായകൾ ഉൽപ്പാദിപ്പിക്കും. കായകൾ വലിപ്പം കൂടും, അതുപോലെ തന്നെ മണം കൂടും, വെയിറ്റ് കൂടും, അതുപോലെ തന്നെ ഈൽഡ് കൂടും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ കൂടുതൽ കായകൾ ഉണ്ടാക്കുന്നതിന് ഏറ്റവും നല്ലതാണ് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്. 15 ദിവസം കൂടുമ്പോൾ ഇത് ഇലകളിൽ അടിച്ചു കൊടുക്കാം. പിന്നെ മൃദുപൂപ്പ് രോഗം അല്ലെങ്കിൽ മറ്റേ പൗഡറി മിൽഡ്യൂ മുതലായ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതിനെതിരെ ഇൻഡോഫിൽ എന്ന് പറഞ്ഞ മരുന്ന് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലത്. കായകളെ തുരക്കുന്ന ചെറിയ പ്രാണികളുടെ ശല്യം വളരെ കുറവാണ്. എന്നിരുന്നാലും ചില സമയങ്ങൾ കാണാം. ഇതിനെ തുരത്തുന്നതിന് ഏറ്റവും നല്ലത് വേപ്പണ കലർന്നിട്ടുള്ള നിംബിസിഡിൻ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ, അല്ലെങ്കിൽ നീമസാൾ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ഈ കായകളെ അതല്ലെങ്കിൽ ഇല തിന്നണ പുഴുക്കൾ, ഇല തിന്നണ ചെറിയ പ്രാണികൾ, ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് ഏറ്റവും നല്ലതാണ്. കൂടുതലായിട്ടുള്ള കീടരോഗങ്ങൾ, ബാധകൾ കുറവായിട്ടാണ് ഈ വിളയിൽ കാണുന്നത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ ഉൽപ്പാദനോപാധികളും, വിത്ത്, വളം, മറ്റ് കീടനാശിനികൾ, ജൈവ കീടനാശിനികൾ എല്ലാം കാവുങ്ങൽ അഗ്രോടെക്കിൽ ലഭ്യമാണ്. ഓൺലൈനായിട്ട് ആവശ്യക്കാർക്ക് ഇത് നൽകുന്നതാണ്, ആവശ്യപ്രകാരം നൽകുന്നതാണ്. അപ്പം ഇതിൻ്റെ സംശയങ്ങൾ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചു ചോദിക്കുകയാണെങ്കിൽ വിശദമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മറുപടികൾ, കൃഷി രീതിയെക്കുറിച്ചിട്ടുള്ള സംശയങ്ങൾക്കുള്ള കൃത്യമായ മറുപടികൾ ലഭ്യമാണ്.